ഞാൻ നമ്മുടെ കുഞ്ചുവിനെ കാണിക്കുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ് കേട്ടോ. എന്താണ് കുഞ്ചു വന്നതിന് ശേഷം തക്കുടുവിനെ തഴഞ്ഞോ എന്ന് ഒരിക്കലുമില്ല. എൻ്റെ കുഞ്ചു, തക്കുടു, വീട്ടിലുള്ള പൂച്ചകൾ എല്ലാവരെയും എനിക്കിഷ്ടമാണ്. പിന്നെ നമ്മുടെ തക്കുടുവിനെ എന്ന് വെച്ചാൽ ഏറ്റവും കുഞ്ഞിലേ കിട്ടിയതുകൊണ്ട് അവൾക്ക് ഇത്തിരി പൊന്നാരം കൂടിയെന്ന് മാത്രം. പൊന്നാരത്തോട് തന്നെ വളർത്തിയത്. ഇപ്പോഴും പൊന്നാരം കൂടുതലാണ്. ഏറ്റവും കൂടുതൽ എൻ്റെ മേത്ത് കയറി ഇരുന്നാൽ ഇപ്പോൾ ആരെയും അവളെയും തൊടാൻ അയക്കണില്ല. എന്നെ തൊട്ടാലും അവൾ കൊത്തുകയാണ് ചെയ്യുന്നത്. അത്രത്തോളം എൻ്റെ കുട്ടിയാണ്. അടുത്തതാണ്. ഒരിക്കലും ഞാൻ തക്കുടുവിനെ തഴഞ്ഞിട്ടില്ല കേട്ടോ. എൻ്റെ കുട്ടി കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ള മെമ്പേഴ്സ്. പക്ഷേ എല്ലാ ജീവിയെയും ഞാൻ ഒരുപോലെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ചുവിന് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ബാക്കിയുള്ളവരും കൂടി വന്നപ്പോൾ എന്തായാലും അവരെയും കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ട് തന്നെ ഭക്ഷണം കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ കുഞ്ചു എല്ലാവരുമായിട്ട് ഒന്ന് പരിചയപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ അതാ മുന്നിൽ വണ്ടിയിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഞാൻ ഫുഡ് കൊടുക്കുന്നത്. അതാകുമ്പോൾ എൻ്റെ തക്കുടുണ്ട്, തക്കുടിൻ്റെ ഫ്രണ്ടുണ്ട്, പൂച്ചക്കുട്ടന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവരുടെ ഇടയിൽ നിർത്തിയിട്ട് തന്നെ അവർക്ക് ഫുഡ് കൊടുക്കുന്നത്. അങ്ങനെ കുഞ്ചു ആണെങ്കിലോ ചോദിച്ചാൽ ഇപ്പം അസലായിട്ട് പറക്കാൻ തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഇനി അധിക ദിവസം എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൾ പോകാനുള്ള ലെവലൊക്കെ കാണിക്കുന്നുണ്ട്. അതേപോലെ വിളിച്ചാലും ഇപ്പം ഇറങ്ങി വരുന്നൊന്നുമില്ല. വലിയ അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നില്ല. കുഞ്ചു എന്ന് വിളിക്കുമ്പോഴുള്ള മൂളലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതല്ലാത്ത പക്ഷം നമ്മുടെ തക്കുടുവിന് മാതിരിയാണെങ്കിൽ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ കാര്യത്തിൽ വലിയ ഉറപ്പില്ല. പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പറപ്പിച്ച് വിടാം. കാരണം അതും ഇങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ ജീവിക്കേണ്ട ഒരു ജീവിയല്ലല്ലോ. പുറത്ത് ഇത്രയും ലാവിഷായി നടന്നൊരു പക്ഷിനെ പിടിച്ചിട്ട് ഞാൻ കൂട്ടിലിട്ട് വെച്ച പോലെ തോന്നുക എനിക്കും. എന്താ വെച്ചാൽ എനിക്ക് തോന്നണത് അതെങ്ങാനും മരത്തുനിന്ന് വീണപ്പോഴുള്ള അതിൻ്റെ വയ്യായിക കൊണ്ടാണോ അത് ഇത്രയും ദിവസം മിണ്ടാതിരുന്നത്, പറക്കാതിരുന്നതൊക്കെ. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഇപ്പം അസലായിട്ട് പറക്കണുണ്ട്. എല്ലായിടത്തേക്കും, മരത്തിലേക്കും എല്ലാവിടേക്കും കയറുന്നുണ്ട്. ഒരു പ്രശ്നമില്ലാണ്ട് ഇപ്പോൾ അത് നടക്കുന്നുണ്ട്. ഇതിപ്പോൾ ഈ മുള വെച്ചിരിക്കണ തന്നെ നമ്മുടെ കുഞ്ചു പെരൻ്റെ മുകളിൽ കയറിയപ്പോൾ അതിനിറക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണ് ഈ മുള. അതേപോലെ തന്നെ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഡോഗിനെ റെസ്ക്യൂ ചെയ്യണതിൻ്റെ. ഫസ്റ്റ് ഇട്ടത് ഷോർട്ടായിട്ട് ഇട്ടത്, അതിനെ കണ്ടപ്പോൾ ഉള്ളത്. അടുത്ത് നെക്സ്റ്റ് ഇട്ടത് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് തന്നെ ഇട്ടത്. അധികം 2 മിനിറ്റിൻ്റെ ഉള്ളിൽ വരുന്നൊരു വീഡിയോ. പക്ഷേ എനിക്കതിൽ മോണിറ്റൈസേഷനോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ആ വീഡിയോ ഇടാൻ കാരണം ആ ഡോഗിനെ കൊണ്ടുപോയോ റെസ്ക്യൂ ചെയ്തോ എന്ന് ചോദിച്ചു വരുന്നവർക്ക് ഒരു ആൻസർ മാത്രമാണ് ആ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അതിലെനിക്കൊരു ഗുണവുമില്ല. ആ ഡോഗ് രക്ഷപ്പെട്ടു എന്നുള്ളത് എല്ലാവരും അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിട്ടത്. ഇപ്പോൾ ആൾക്കാർ വിചാരിക്കുന്ന ഒറ്റ കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് തക്കുടു റോട്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ മേലെ തക്കുടു വന്നിരുന്നപ്പോൾ എല്ലാവരും എന്നെ നോക്കി. കാരണം കാക്ക എങ്ങാനും എന്നെ കൊത്താൻ വന്നിരിക്കുകയാണോ എന്ന് പറഞ്ഞിട്ടായിരുന്നു നോക്കിയത്. പിന്നെയാണ് അവർക്ക് മനസ്സിലാവണത് ഇതെൻ്റെ ഞാൻ വളർത്തുന്നതാണെന്നും ഞാൻ അതിനെ അത്രത്തോളം അമർത്തി പിടിച്ചിരിക്കുകയായിരുന്നു റോട്ടിലേക്ക് പറക്കാതിരിക്കാനായിട്ട്. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇത് ഞാൻ വളർത്തുന്ന കാക്കയാണെന്നൊക്കെ. അപ്പോൾ അങ്ങനെയാണ് ഓരോരുത്തരായിട്ട് പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇന്നലെ ഡോഗിൻ്റെ കാര്യത്തിന് എല്ലാവരും എന്നെയും നോക്കുന്നുണ്ടായിരുന്നു, ആ ഡോഗിനെയും നോക്കുന്നുണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമില്ല. എന്താ വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ആരോടും ഹെൽപ്പ് ചോദിച്ചിട്ടും ആരും ചെയ്തു തരില്ല. ഒരുപാട് പേർക്ക് ഞാൻ ചോദിച്ചു. അത് എന്താണെന്ന് പറയുക, ഞാൻ ആളുടെ പേര് ഉച്ചരിക്കുന്നില്ല. ഒരു അനിമൽ വെറ്റിനറി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരാളും ഈ ഒരു ഡോഗ് ആക്സിഡൻ്റായി കിടക്കുന്നത് കണ്ടിട്ടാണ് അത് കൂടെ പോയത്. ഞാൻ ചോദിച്ചു എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചോദിച്ചപ്പോൾ മോൾക്ക് എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ വല്ല സ്കോപ്പ് ഉണ്ടാവും, അവിടെ ആകുമ്പോൾ എക്സ്റേ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് ആൾ നേരെ പോവുകയാണ് ചെയ്തത്. സാരമില്ല, അവർക്ക് അതിനുള്ള മനസ്സുണ്ടാവില്ല. എനിക്ക് ഇങ്ങനത്തെ വട്ടാണെന്ന് പറഞ്ഞിട്ട് അവർ പറയാറുണ്ട്. അപ്പോൾ സാറിന് അതില്ലാത്തത് കൊണ്ടാണ് അത് ചെയ്യാതിരുന്നത്. അപ്പോൾ എന്തായാലും ഇന്നലത്തെ വീഡിയോയിൽ എനിക്ക് മോണിറ്റൈസേഷനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അത് വെച്ച് ഞാൻ റീച്ച് ആവുകയാണെന്നൊന്നും ആരും പറഞ്ഞു വരല്ലേ ദയവ് ചെയ്തിട്ട്.